ഇബ്നു സിയാദിന്റെ ബാംഗ്ലാവിലേക്ക്, ഇബ്നു സിയാദിന്റെ വിധാന സൗദയിലേക്ക്. ഇബ്നു സിയാദ് രാത്രി 2 മണിയായിട്ട് ഉറങ്ങിട്ടില്ല, കണ്ണിൽ ഉറക്കില്ല, വല്ലാത്ത ചൂടാണ്. എത്രയും പെട്ടെന്ന് മുസ്ലിം മതങ്ങളെ പിടിക്കണം. എന്ത് ചെയ്യും? ആ സമയത്തിലാണ് ഈ ചെറുപ്പക്കാരനെത്തി. അസ്സലാമു അലൈക്കും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അൻ-നസീഹ. ബേജാറാകണ്ട, നിങ്ങൾക്ക് സന്തോഷ വാർത്ത പറയാനുണ്ട്, ഒരു നല്ല കാര്യം പറയാനുണ്ട്. ഇബ്നു സിയാദ് ചോദിച്ചു, പൊന്നുമോനെ എന്താ? ഞങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നു? മുസ്ലിം എന്റെ വീട്ടിലെ മാളികയുടെ റൂമിലുണ്ട്, ഞാനത് കണ്ടുവന്നവനാ. ഇത് പറയലോടുകൂടെ ഇബ്നു സിയാദ് തന്റെ മുഹമ്മദ് ഇബ്നു അഷ്അഷുൽ കന്ദി എന്ന് പറയുന്ന പടനായകനെ വിളിച്ച് അവനോട് പറഞ്ഞു, നീ 500 മിലിറ്ററി 500 പടനായകന്മാരോടുകൂടെ നേരെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ആ ഔത്തിന്റെ ചുറ്റുഭാഗം റൗണ്ട് ഓഫ് ചെയ്യണം, റൗണ്ടായിട്ട് വലയം ചെയ്യണം. എന്നിട്ട് മുസ്ലിമിനെ ജീവനോടുകൂടെ പിടിക്കണം. പിടിക്കാൻ കിട്ടില്ലെങ്കിൽ ആ പൊരക്ക് തീയിട്ട് കരിച്ചിട്ടെങ്കിലും മുസ്ലിമിനെ കൊന്നിട്ട് തല കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയത്തിലാണ് തഞ്ചത്താൽ മുസ്ലിം ബോധി താങ്ങാത്ത കഥകളുമായി തമ്പൂരാൻ തവക്കലുമേറ്റ് തക്ബീരും പാരിലുയർത്തി തടുത്ത നേരമിൽ കടന്നതായിത ബലമിലായി പെട്ടിക്കുലന്ത നേരമിൽ ദരിതമായിത തടുതടുത്തേ ജുനൂദ് മോത്തത കടിപിടിത്തേ പിണക്കിലായി കൊടുത്ത കൊത്ത് തടുത്ത നേരമിൽ ചൊടി ചൊടിത്തേ തഞ്ചത്താൽ മുസ്ലിം മോടി താങ്ങാത്ത കഥനുമായി തമ്പൂരാൻ തവക്കലുമേറ്റി തക്ബീരും പാരുലുയർത്തി തടുത്ത നേരമിൽ കടുത്തതായിത ബലമിലായി വെട്ടിക്കുലന്ത നേരം തരിതമായിത തടുതടുത്തേ ജുനൂദ് മോത്തത കടിപിടിത്തേ പിണക്കിലായി കൊടുത്ത കൊത്ത് തടുത്ത നേരമിൽ ചൊടി ചൊടിയേ തഞ്ചത്തിൽ മുസ്ലിം മോടി താങ്ങാത്ത കഥനവുമായി 500 പട്ടാളത്തോടുകൂടെ മുഹമ്മദ് ഇബ്നു അഷ്അഷുൽ കന്ദി എന്ന് പറഞ്ഞ പടനായകൻ യുദ്ധത്തിന്റെ സർവ്വതര ആയുധങ്ങൾ ധരിച്ച്, യുദ്ധത്തിന്റെ ആയുധത്തിന്റെ പേര് എല്ലാവർക്കും അറിയല്ലോ, ഞാൻ പറയലുണ്ട് സാധാരണ, കേട്ടുപഠിച്ചോളി കിടാക്കളെ മക്കളെ. കിടാക്കളെല്ലാരും കടല ചവക്കുന്നു. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കട്ടെ. ആമീൻ ചൊല്ലോ മക്കളെ. ഇപ്പൊ കിടാക്കൊന്നില്ലെങ്കിൽ ഭയങ്കര തലല്ലേ. എന്തിന്റെ മൈ ഹെഡ് മൈ ഹെഡ് കൂടുതൽ കിടക്കാർ ഇംഗ്ലീഷ് മീഡിയമിന് പോകുന്നില്ലേ? ഇല്ലേ, കന്നഡ മീഡിയം ആയിരിക്കും. എന്റെ തലേന്നില്ലെങ്കിൽ നിന്റെ ഒരു ടീച്ചർ കിടാവിനെ പഠിപ്പിച്ച് ബോർഡിൽ എഴുതിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു ആശയല്ലേ, എന്റെ കിടാവും ചുവന്ന ബസ്സിൽ സാലൊക്കെ പോകണോ. അങ്ങനെ ഈ 500-300 രൂപ സമ്പത്തിന് പോകുന്ന ഉപ്പാക്ക് കഴിയുന്ന ഇംഗ്ലീഷ് മീഡിയമിന് കൂട്ടന്. പക്ഷെ ഉമ്മാന്റെ ഭയങ്കര കഷ്ടം കൊണ്ട് അങ്ങനെ ഉപ്പ കൊണ്ടുപോയിട്ട് കിടാവിനെ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് കൂട്ടി. അവിടെ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത് ഈ 4-3 വയസ്സിന്റെ കിടാവിന് എന്തറിയും? മൈ ഹെഡ്, നന്റെ തല. ഇനി നാളെ പാടാക്കിട്ട് പറഞ്ഞു. ഈ കിടാവ് വന്നിട്ട് പൊരല് മൈ ഹെഡ് ടീച്ചറിലെ റിസൾട്ട് കൊടുത്തിനെ. മൈ ഹെഡ് ടീച്ചർ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല. അപ്പോഴാണ് ഉപ്പ വന്ന് നോക്കുമ്പോ കിടാവ് ചെന്ന് മൈ ഹെഡ് ടീച്ചറിന്റെ തല. ഉപ്പൊക്കെ ചൂടായി, മോനെ അങ്ങനെ അല്ലടാ, മൈ ഹെഡ് നണ്ട തല, മൈ ഹെഡ് അപ്പട തല, മൈ ഹെഡ് അപ്പട തല. ഇത് കേട്ടപ്പോ ഉപ്പക്ക് പിന്നെയും ചൂടായപ്പോ ഓടി വന്നിട്ട് ഇങ്ങനെ നീ കിടാവത്തിൽ ചോറാക്കുന്ന അങ്ങനെ അല്ല മോണോ, മൈ ഹെഡ് നണ്ട തല. ഇപ്പൊ പിടിയായിട്ട് മൈ ഹെഡ് ഉമ്മട തല. അങ്ങനെയാണ് ഇപ്പത്തെ മൈൻഡ്. ഇങ്ങോട്ട് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ടതായ മുസ്ലിം റളിയല്ലാഹു അൻഹു പിടിക്കാനും വേണ്ടി യുദ്ധത്തിന്റെ സർവ്വതര ആയുധം ഒരാളെ പിടിക്കാൻ ഇവർ വന്നങ്ങനെ അറിയോ? ചവളം, ചക്രം, സൂചി, വാള്, ദൊന്ന, കൊടാരി, അംഹ്, റുംഹ്, മദ്ദളം, കത്തി, ഷൈഫ്, പടത്തൊപ്പി, പട, കുതിര, പട, ചെരുപ്പ്, തീ, പൊരുൾ, കല്ല്. യുദ്ധത്തിന്റെ സർവ്വതര ആയുധത്തോടുകൂടെ 500ഓളം വരുന്ന പടനായകന്മാർ കടൽ തിരമാലകള് സുബഹിന്റെ സമയം അവർ നേരെ വന്നിട്ട് സൂര്യൻ ഉദിച്ചിട്ടില്ല, നല്ല മഞ്ഞയാണ്, തണുപ്പാണ്. വീടിന്റെ ചുറ്റുഭാഗം അവർ നിന്ന് പിന്നിൽ നിന്ന് ബില്ലും മമ്പെടുത്തിട്ട് അവർ ഇങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ തൊട്ട് വലിച്ചാൽ
അവർ വിളിച്ചു യാ മുസ്ലിം. ഒളിച്ചിരിക്കല്ലേ, ഹാസ്യം കിളയല്ലേ, അലിയാരുടെ ചോരയല്ലേ, ഓ അലിയിന്റെ കുടുംബമല്ലേ, അലി പുലിയല്ലേ, അലി ഒളിക്കുന്ന ആളല്ലല്ലോ, പുലി പൊത്തിനുള്ളിരിക്കല്ലോ, ഓടിച്ചിരിക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി വാ, വന്നില്ലെങ്കിൽ വീട്ടിലേക്ക് ഞങ്ങൾ തീയിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ പെങ്ങൾ പോയിട്ട് പറഞ്ഞു, തങ്ങള് എന്റെ മോന് ചതിയനാ, ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്റെ ഉപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് നാളെ മഹ്ശറിൽ എന്റെ പെങ്ങളെ എല്ലാരും ദാഹിക്കുമ്പോ ഞാനൊരു കപ്പ് ഹൗദുൽ കൗസർ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. എന്തൊരു ഭാഗ്യവതിയാണല്ലോ ആ പെണ്ണ്. എനിക്ക് നീ ഒരു പാത്രത്തിൽ നിറയെ തണ്ണി തരണം, വെള്ളം തരണം. ആ പെങ്ങളതാ വെള്ളം കൊടുത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പെട്ടെന്നതാ വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തന്റെ കാലിലേക്കതാ പടച്ചെരുപ്പ് ധരിച്ചു, പട ഷർട്ടിട്ട്, പട ബെൽറ്റ് മുറുകെ കെട്ടി, തന്റെ പടത്തൊപ്പി വെച്ച് തന്റെ പടവാൾ ഊരി കയ്യിലിങ്ങനെ പിടിച്ച് ബഹുമാനപ്പെട്ട മുസ്ലിം തങ്ങൾ കുതിരയുടെ കടഞ്ഞാണം പിടിച്ചിട്ട് നേരെ ആ മാളികയുടെ മുകളിൽ അവർക്കുള്ള മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് അവർ യാ മുസ്ലിം നീ ഇറങ്ങുന്നോ ഇല്ലയോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട മുസ്ലിം അധികം നിങ്ങളെ കുരക്കേണ്ട ആവശ്യമില്ല, കുരക്കുന്ന നായികൾ കടിക്കുകയില്ല, കടിക്കുന്ന നായി കുരക്കുകയില്ല. എടാ ഞാൻ പുലി തന്നെയാണ്, അന അസദുൽ നിർഗാം, അന ഷൈഫുൽ കംകാം, അന സൗജുൽ ബതൂൽ, അന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് ശത്രുവിന്റെ മുന്നിൽ ഊർജ്ജത്തോടുകൂടെ ആണത്തോടുകൂടെ വിളിച്ചു പറഞ്ഞ അലിയാരുടെ ചോരയാണട ഞാൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറുകൾ ചൊല്ലി, തഹ്ലീലുകൾ ചൊല്ലി, തഹ്മീദുകൾ ചൊല്ലി ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു അവർക്കുള്ള മുന്നിലേക്ക് ഒരു പുലി കുട്ടിയെ പോലെ ചാടിക്കയറി എന്ന് മാത്രമല്ല അവർക്കുള്ള മുറ്റത്തിലേക്ക് കയറി തന്റെ വാളുകൊണ്ട് ഘോരമായി യുദ്ധം നടത്തുകയാണ്. അഹ്ലു ബൈത്തിനെ കണ്ടാൽ പറ്റൂല, റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് പറ്റൂല, ഹുസൈൻ തങ്ങളെ നിങ്ങൾക്ക് പറ്റൂല, വാ മുന്നിലേക്ക് എന്ന് പറഞ്ഞ് തന്റെ വാളുകൊണ്ട് ഘോരമായ യുദ്ധമാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തർ പിടിക്കാൻ വേണ്ടി പോയവന്റെ കൈയില്ല, ചില ആള് സ്പീഡായിട്ട് പോകും, പോയവന്റെ തലയില്ല, തലയില്ലാതെ തടി മാത്രം പോകും. ചില ആൾക്കാർക്ക് അത് നേരെ കൊത്തു കിട്ടുന്നത് പള്ളയിലേക്കാണ്. 4 ഭാഗം തന്റെ വാളിനിങ്ങനെ ചീറി വരക്കുമ്പോൾ സമയത്തിലാണ് എന്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇവർക്കുള്ള പട്ടാളത്തിൽ നിന്ന് 150ഓളം വരുന്ന പടയാളികളാണ് അവിടെ വീണത്. ഇത് കണ്ടപ്പോ മുഹമ്മദ് ബിൻ അഷ്റഫുൽ കന്ദി ചോറ് വയ്ക്കാതെ വെള്ളം കുടിക്കാത്ത അന്യ നാട്ടിൽ നിന്ന് വന്നവര് തങ്ങൾക്ക് എന്റെ 100 ചില്ലാനം പട്ടാളക്കാരോ എങ്ങനെ പിടിക്കും? അവർ പെട്ടെന്ന് ഒരു ഹിക്മത്ത് ചെയ്തു. എന്താണ് അത്? യുദ്ധക്കളത്തിൽ ഒരു ഹിക്മത്താക്കും. നല്ല പൊയ്യല്ലേ, ഒരു ഭാഗത്ത് വലിയ ഒരു കുണ്ടെടുക്കും, കുണ്ട് കാണാത്ത പോലെ ഒരു കുണ്ട് കുഴിച്ച് കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് നല്ല ഈ തട്ടി പോലെയുള്ള തേങ്ങിന്റെ മടൽ പോലെയുള്ള ഈ തപ്പന മരത്തിന്റെ മടലില്ലേ, ആ മടലെല്ലാം ഇട്ട് അതിന്റെ മുകളിലേക്ക് പൊയ്യിടും. ആരെങ്കിലും വന്നാൽ അവിടെ കുണ്ടുണ്ട് എന്ന് അറിയൂല, അവിടെ ആരെങ്കിലും ചവിട്ടി പോയാൽ പെട്ടെന്ന് കുഴിയിൽ വീഴും. കാട്ടിൽ ആനനെ പിടിക്കൽ എങ്ങനെയാണ്? അത് ചതിക്കിണർ എന്നാണ് അതിനുള്ള പേര്. അങ്ങനെയുള്ള ഒരു ചതിക്കിണർ അതാ അവിടെ റെഡിയാക്കുന്നു. എന്നിട്ട് പട്ടാളക്കാർ ആ ഭാഗത്ത് നിന്നത്തെ സമയത്തിലാണ് എതിർക്കുന്നേ അത് പോരും കോശി നേരെ പടവാങ്ങും. യത് കേട്ട് കനീന്താറ്റൽ തുടർന്ന് കൊണ്ടാർ. എതിർക്കുന്നേ അത് പോരും കോശി നേരെ പടവാങ്ങും. യത് കേട്ടും കനീന്താറ്റൽ തുടർന്ന് കൊണ്ടാർ. ചതിയാലേ കിളച്ചുവ തടിച്ചോരു കിണറാലെ. ചതിയാലേ കിളച്ചുവ തടിച്ചോരു കിണറാലെ. തരുൾത്താക നബി തമ്മിൻ മകൻ വീളുന്താൻ. ഇതമില്ല തനത്തിൽ ബേത്തടിയാലും നറുപാലും. ഇതമില്ല തനത്തിൽ ബേത്തടിയാലും നറുപാലും. ഇരണം തീർ തോലിയോരെ പിടിത്ത് കെട്ടി.
എതിർക്കുന്നേ അത് പോരും കോശി നേരെ പടവാങ്ങും അത് കേട്ടും കനീന്താറ്റൽ തുടർന്ന് കൊണ്ടാ ഒരു ഭാഗത്ത് ശത്രുക്കളെ അവർ ചതിക്കിനർ കുഴിച്ച് ഒരു കുണ്ടുകുഴിച്ച് എന്നിട്ട് കുറച്ച് ആൾക്കാർ ആ ഭാഗത്ത് നിന്ന് മുസ്ലിം തങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യുകയല്ലേ. ദാഹത്തിന്റെ കടുപ്പമാണ്. ബഹുമാനപ്പെട്ടവർ അസ്റായിലിനെ കാണുന്നുണ്ട്. അങ്ങനത്തെ ദാഹം ഇപ്പോഴും മരിക്കും. എങ്കിലും തന്റെ ഗീറത്തോടുകൂടെ അവരോട് ഇങ്ങനെ ചെയ്യുമ്പോ കുറച്ച് ആൾക്കാര് ആ ചതിക്കിണറിന്റെ കുണ്ടിന്റെ പിന്നൊരു ഭാഗത്ത് പോയിട്ട് വിളിച്ച് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങ് വാ. മുസ്ലിം തങ്ങൾ പറഞ്ഞ അങ്ങല്ല, ഇബ്നു സിയാദിന്റെ കോട്ടയ്ക്ക് പോലും ഞാൻ വരാമെന്ന് പറഞ്ഞ് തന്റെ കുതിര ഇങ്ങനെ സ്പീഡായി ഓടിച്ചപ്പോ അറിയാതെ ആ വലിയതായ കിണറിലേക്ക് ആ കുടിയിലേക്ക് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീയലോടുകൂടെ ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർ ഓടി വന്ന് കിട്ടിയത് കൊണ്ട് എറിയാൻ തുടങ്ങി. ചില ആൾക്കാർക്കുള്ള കയ്യിൽ വാളുണ്ട്, വാള് വലിച്ചെറിഞ്ഞ്, ചില ആള് അമ്പ് വിട്ട്, ചില ആള് കല്ലെറിഞ്ഞ്, എന്തെല്ലാം ഉണ്ട് കിട്ടിയതൊക്കെ എറിഞ്ഞ്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന് ചിലപ്പോൾ വലിയൊരു പാമ്പായിരിക്കും പെട്ടെന്ന് ഇവിടെ വന്നത്, നമ്മൾ പേടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി പോകുമ്പോ കയ്യിൽ എന്തില്ലെങ്കിലും കിട്ടിയതെല്ലാം എറിയില്ലേ എന്നതുപോലെ കിട്ടിയതൊക്കെ അവർ വലിച്ചെറിയുകയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം തങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് എന്നിട്ട് അവർ ഒരു ഇരുമ്പിന്റെ ബല പോലെയുള്ളത് പോലെ ഇട്ട്, സാധാരണ കടലിൽ നിന്ന് വലിയ മീനിനെ പിടിക്കുന്നത് പോലെ യുദ്ധക്കളത്തിൽ പിടിക്കുന്ന ഒരു ബലയുണ്ട്, ഒരു ആയുധമാണ്. അതിട്ടിട്ട് മുസ്ലിം തങ്ങളെ പിടിച്ച് അവർ മേലോട്ട് വലിച്ച് കയ്യും കാലും കെട്ടി ആ താടി പിടിച്ച് മരുഭൂമിയിൽ മലർത്തി കിടത്തി. എന്നിട്ട് മുഹമ്മദ് ഇബ്നു അസ്അസുൽ കന്ദി എന്ന് പറയുന്ന പടനായകൻ തന്റെ കാലെടുത്തിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് വെച്ച് എന്നിട്ട് തന്റെ വാള് ഉയർത്തിട്ട് ആ വാളിന്റെ പിടിയില്ലേ ആ പിടിയല്ല പിടിച്ചിട്ട് കൊത്താൻ നോക്കി. കൊത്തുമ്പോ പെട്ടെന്ന് എന്റെ 100-200ഓളം പടയാളികളെ കൊന്നവനാണ് നീ തങ്ങളെ. പക്ഷേ നിന്നെ കൊന്നാൽ പ്രശ്നമാണ്. കാരണം ജീവനോടെ പിടിച്ചിട്ട് ഇബ്നു സിയാദ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഒരു ആശയാണ്, നിങ്ങൾക്കുള്ള തല മുറിച്ചെടുക്കാൻ. നിങ്ങളെ തല ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ് ഈ വാളിന്റെ പിടിയുണ്ടല്ലോ, ഈ കത്തിന്റെ പിടി കൊണ്ട് മുസ്ലിം തങ്ങൾക്കുള്ളതായ ഈ ചുണ്ടിലേക്ക് ഒരു അടി കൊടുത്തപ്പോ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർക്കുള്ള മുൻപല്ല് പൊട്ടി വായില് രക്തം വരാൻ വേണ്ടി തുടങ്ങി. പല്ലെല്ലാം ഇങ്ങനെ നേലാൻ തുടങ്ങി, ചോരയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ താടി പിടിച്ച് താങ്ങി പിടിച്ചിട്ട് സിന്ദാബാദ് സിന്ദാബാദ് ഇബ്നു സിയാദിന് സിന്ദാബാദ് മർഹബാ മർഹബാ യസീദ് രാജനിൽ മർഹബാ. അവർ അങ്ങനെ മദ്ഹ് പാട്ട് പാടി ഇബ്നു സിയാദിനും യസീദിനും സിന്ദാബാദ് പാടി നേരെ കൊണ്ടുപോയി. തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല, താങ്ങി പിടിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കേറുമ്പോ കുറെ സ്റ്റെപ്പ് ഇങ്ങനെ കേറണം. ബഹുമാനപ്പെട്ടവർ ഓരോ സ്റ്റെപ്പ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കേറി ആ കോട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ എത്തിയപ്പോ എല്ലാ മിലിറ്ററിക്കാർ അവിടെ ഉണ്ട്. എല്ലാ മിലിറ്ററിയുമാരാണ് മുഹമ്മദ്, ഹമീദ്, അബ്ദുറഹ്മാൻ, അബ്ദുള്ള, സയ്യിദ്, സമദ്, ഹംസ, ആസിഫു, ഇതേയാണ് മൊത്തം മുസ്ലിമീങ്ങളല്ലേ. പിന്നെ ആരവിടെ ഇല്ല. ഒരു മിലിറ്ററി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോ സാധാരണ വാർത്ത നോക്കുന്നെങ്കിൽ ആ നാട്ടുകാരെ കുറിച്ച് നമുക്ക് ശരിക്കും പഠിക്കാം. അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റൂല. എന്നാലും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഈ മിലിറ്ററി നിന്നിട്ടുണ്ട്. അവന്റെ കയ്യിലതാ ഒരു വെള്ളത്തിന്റെ പാത്രമുണ്ട്.